ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ബി.ജെ.പിയുടെ ചരിത്ര നേട്ടവും അതേസമയം തന്നെ ആം ആദ്മി പാർട്ടിയുടെ വൻപിച്ച പരാജയമെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഇനി ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തി എന്ത് എന്ന ചോദ്യത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം കളമൊരുക്കുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിനെതിരെയുള്ള ആം ആദ്മിയുടെ ഈ നീക്കം അത് ഇന്ത്യ സഖ്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? മാത്രമല്ല, കോൺഗ്രസ് ഇനി മറ്റൊരു സഖ്യത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ അവശേഷിക്കുന്നുമുണ്ട്. ഡൽഹിയിൽ ജനങ്ങളുടെ അതൃപ്തി മനസ്സിലാക്കിയ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ അതിവിദഗ്ധമായി തന്നെ നടപ്പിലാക്കി. തന്നെ ഡൽഹിയിൽ തോൽപ്പിക്കാൻ ബി.ജെ.പിക്ക് ഒരിക്കലും കഴിയില്ല എന്ന അഹങ്കാര ചിന്ത കൂടി കെജ്രിവാളിന്റെ മനസ്സിൽ കടന്നുകൂടിയതുകൊണ്ട് തന്നെ ആയിരിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുമായി തങ്ങൾക്ക് മുന്നണിയില്ല എന്നാണ്. ഈ നിലപാട് കോൺഗ്രസിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ രണ്ട് പ്രധാന നേതാക്കൾ തമ്മിലടിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും പൊതുശത്രുവായി ബി.ജെ.പിനെ മറന്ന് പരസ്പരം ചെളിവാരിയെറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ശേഷമുണ്ടായത് ചരിത്രം മാത്രമാണ്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി സംസ്ഥാനത്ത് ബി.ജെ.പി ഭരണം പിടിച്ചെടുത്തു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി.ജെ.പി വളരെ ശ്രദ്ധാപൂർവ്വം മികച്ച തന്ത്രങ്ങൾ നടപ്പിലാക്കി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിലും മികച്ച വിജയം നേടി നില ഭദ്രമാക്കിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് ശക്തിമാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് അമേരിക്കൻ പര്യടനങ്ങൾക്ക് പുറപ്പെട്ടും കഴിഞ്ഞു. ഇന്ത്യ സഖ്യം തകർന്നു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ഇനി അനേക വർഷക്കാലത്തേക്ക് ഇന്ത്യ മഹാരാജ്യം ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിലോ എന്ന ചോദ്യവും അവിടെ ബാക്കിയായി തന്നെ തുടരുകയാണ്. ബി.ജെ.പി ആത്മവിശ്വാസത്തോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളുമായി മുന്നേറുമ്പോൾ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധമുയർത്താൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇന്ത്യ സഖ്യം ഇനി ഉയർത്തെഴുന്നേൽക്കുമോ എന്ന ചോദ്യവും അവിടെ പ്രസക്തി ഏറെ തന്നെ നിൽക്കുകയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റു പാർട്ടികളെല്ലാം തന്നെ സംഘടിപ്പിച്ച് ബി.ജെ.പിക്കെതിരായി പോരാട്ടം നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ പോലും തനിക്ക് ഡൽഹി വോട്ടർമാരിൽ 43% പിന്തുണ ഇന്നും ഉണ്ട് എന്ന് കെജ്രിവാളിന് അവകാശപ്പെടാനും കഴിയും. അതേസമയം 3 പ്രാവശ്യം ഒരു സീറ്റ് പോലും ലഭിക്കാതെ പിൻവാങ്ങേണ്ടി വന്ന രാഹുൽ ഗാന്ധിയെ പറ്റി ഏറെ പരാതികളാണ് മറ്റു കക്ഷികളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതൊക്കെയാണ് എങ്കിലും വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ പ്രത്യയശാസ്ത്ര അടിത്തറയോ ഇല്ലാത്ത കെജ്രിവാളിന്റെ നേതൃത്വം സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ എന്ന ചോദ്യവും പ്രസക്തമായി തന്നെ തുടരുകയാണ്. കെജ്രിവാളിന്റെ നിലപാടുകൾ പലതും മൃദുഹിന്ദുത്വത്തിന്റെ ചുവട് പിടിച്ച് രൂപപ്പെട്ടവയാണ് എന്നതും ഒരു സീനിയർ നേതാവായ മമതാ ബാനർജിക്കോ DMK നേതാവായ സ്റ്റാലിനെയോ യു.പിയിലെ സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിനെയോ കെജ്രിവാളിനെ ഒരു സഖ്യകക്ഷി നേതാവായി കാണാൻ സാധിക്കില്ല എന്നതും അവിടെ സംശയകരമായി തന്നെ തുടരുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ തീവ്ര ഹിന്ദുത്വ നയങ്ങളെ തീവ്രമായി എതിർക്കാത്ത കെജ്രിവാളിനെ എങ്ങനെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നതും ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകിച്ചും കോൺഗ്രസിന് വലിയ ഗൃഹപാഠം ഇനി മുന്നോട്ടു പോകാൻ ആവശ്യമാണ് എന്ന് തന്നെ കാണാം. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയിൽ ഇനി മുതൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്നും ഡൽഹി കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്നു എന്നതും ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കേണ്ടതും ബീഹാറിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായില്ല എന്ന് തന്നെ പറയും. കാരണം ഇത്ര വലിയ പരാജയത്തിന് ശേഷവും കോൺഗ്രസിനെ സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ്. സഖ്യത്തിനോ അല്ലെങ്കിൽ സഖ്യത്തിന് കരുത്തേകുന്ന തരത്തിലോ യാതൊരു തരത്തിലുള്ള വാക്കുകളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വലിയ വീഴ്ച തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ ഇനി മുന്നണി ഉണ്ടാകുമോ അതോ സഖ്യമുണ്ടാകുമോ അതോ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്നെല്ലാം തന്നെ ചോദ്യങ്ങൾ പ്രസക്തമായി തന്നെ തുടരും. അതിനുള്ള പ്രധാന കാരണം ഹരിയാനയിലാണെങ്കിലും വലിയ തരത്തിലുള്ള വീഴ്ചയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സംഭവിച്ചത്. ഹരിയാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെയാണ് ഭരണം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നത്. കാരണം ഹരിയാനയിലെ എല്ലാ ഘടകങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച അത് വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി മറ്റൊന്നായി തീർന്നത്. ഇത് തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചത്. ഇനി ഇത് തന്നെ ബീഹാറിലും ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോലും ഉയർന്നു വരുന്നത്.